السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني، فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني، وكن غناي الذي ما بعده فلس، وكن فكاكي من أغلال عصياني. تحية الصمد المولى ورحمته ما غنت الورق في أوراق أغصاني، عليك يا عروة الوثقى ويا سند الأوفى ومن مدحه روحي وريحاني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, അതുപോലെ ഉള്ളാൾ ദർഗ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ബഹുമാന്യരായ ഹനീഫ ജവറുകൾ, മറ്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും പ്രവർത്തകരും, സ്റ്റേജിലും സദസ്സിലുള്ള ഉമറാക്കൾ, മോമിനീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, സഹോദരിമാരെ, കൂടുതലൊരു പ്രസംഗം പറയാനുള്ള അവസരമല്ല. വഅള് പറയാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, ഉത്തരവാദപ്പെട്ടവർ. ഇപ്പോ സത്യം പറഞ്ഞാൽ ഉപദേശങ്ങൾ പറയാൻ ആളുകളുണ്ടെങ്കിലും അത് യഥാർത്ഥമായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും തീരുമാനങ്ങളും ഉണ്ടായിത്തീരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരെ മറിച്ച് ഇപ്പോ നമ്മൾ മുൻകഴിഞ്ഞ ഇവിടുത്തെ ഉറൂസിന്റെ ഈ ദർഗയുടെ പരിസരങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഇവിടെ വയലിന്റെ ആവശ്യമില്ലായിരുന്നു, ഇവിടെ ഒരു പ്രഭാഷകന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. നേരെ മറിച്ച് അന്നീ സമുദായം, അന്നീ ഉമ്മത്ത്, ഇവിടെ വരുന്നവരും അല്ലാത്തവരുമൊക്കെയായുള്ള, വരാൻ പറ്റുന്നവരും വരാൻ പറ്റാത്തവരും, വന്നവരും ആണുങ്ങളും പെണ്ണുങ്ങളും, ചെറിയവരും വലിയവരും, ആരെന്ന് വ്യത്യാസമില്ലാതെ സാഗൂതം കേൾക്കാൻ വേണ്ടി കാതുകൂർപ്പിച്ചിരുന്നൊരു ശബ്ദം ഇവിടെ ഉണ്ടായിരുന്നു.
ഈ സ്റ്റേജിൽ വെട്ടിത്തിളങ്ങിയിരുന്നൊരു മുഖമുണ്ടായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് വഅലിന്റെ ഒന്നും ആവശ്യമില്ല. ബഹുവന്യരായ ശൈഖുനാ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നൂറുൻ അലാ നൂർ മഹാന്മാര് വിശേഷിപ്പിച്ചത് അതാണ്. ഇവിടെ കിടക്കുന്ന ബഹുവന്യരായ സയ്യിദ് മദനി തങ്ങൾ അത് നൂറാണ്, അല്ലാഹുവിന്റെ നൂറ്. അൽ ഇൽമു നൂറുല്ലാഹ്, ഇൽമു എന്നുള്ളത് അത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. ആ ഒരു പ്രകാശവും അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചവും ഇവിടെ വന്നു മഹാനവർകൾ സ്ഥാപിച്ചപ്പോ അത് മോമിനീങ്ങളിൽ നിന്ന് മോമിനീങ്ങളിലേക്ക്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി കൈമാറി വന്ന് ഒരു ഘട്ടം വന്നപ്പോ അതേറ്റെടുത്തിട്ട് ഇന്നത്തെ ഈ രീതിയിലേക്ക്, ഈ ഉന്നതമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചു തന്നാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് ബഹുവന്യരായ താജുൽ ഉലമ അവരെ സംബന്ധിച്ചാണ് മഹാന്മാർ പഠിപ്പിച്ചത്. നൂറാകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളുടെ മുകൾ അപ്പുറത്ത് മറ്റൊരു നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം വെട്ടിത്തിളങ്ങിയിരുന്ന ഇവിടെ ഉണ്ടായിരുന്നൊരു മുഖം. ഞാൻ വിശ്വസിക്കുന്നു, നമ്മളെല്ലാം വിശ്വസിക്കുന്നു, എന്നും സയ്യിദ് മദനി തങ്ങൾ അവിടെയുണ്ട്. ഇതിന്റെ മറുഭാഗത്ത് നിന്നുകൊണ്ട് മഹന്യരായ മഹാനവർകൾ ഇതെല്ലാം വീക്ഷിക്കുന്നു. നമുക്കിവിടെ നിയന്ത്രണം നൽകുന്നു, നേതൃത്വം നൽകുന്നു. അല്ലാഹു അവരുടെ ദർജ നിർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ മദദ് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ മഹാനവർകൾ ഈ സ്റ്റേജിൽ വെട്ടിത്തിളങ്ങിയിരുന്ന കാലഘട്ടത്തിൽ അവരുടെ ഇവിടുത്തെ ഒരു ഹുളൂർ മതിയായിരുന്നു. അവര് ഈ സ്റ്റേജിൽ ഒന്നിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ഒരു പ്രഭാഷണത്തിന്റെയും ഒരാവശ്യമില്ലായിരുന്നു. ഇവിടെ ഒരു പ്രസംഗകന്റെയും ഒരാവശ്യമില്ലായിരുന്നു. ആ മഹാനവർകൾ ഇവിടെ ഇരുന്നത് മാത്രം മതിയായിരുന്നു. ഈ സമുദായത്തിന് നേരെ ജീവിക്കാൻ, ഈ സമുദായത്തിന്റെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാൻ, ഈ സമുദായത്തിന് ദീന മുറുകെ പിടിച്ച് ജീവിക്കാൻ ആ മഹാനവർകളുടെ ഒരനക്കം മതിയായിരുന്നു. ആ മഹാനവർകളുടെ ഇരുത്തം മതിയായിരുന്നു. ആ മഹാനവർകൾ അപ്പുറത്തെ റൂമിലുണ്ടായാൽ മതിയായിരുന്നു. താജുൽ ഉലമ എന്ന നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശമായിക്കൊണ്ട് ഈ സമുദായത്തിന് വെളിച്ചം നൽകിക്കൊണ്ട് മഹാനവർക്ക് ഇവിടെ കാളി മാത്രമല്ല, വെറും ഒരു പേരിനുള്ള ഒരു കാളി മാത്രമല്ല, അതുപോലെ അതിനുശേഷം വന്ന മഹാനവർകളായ ഫളൽ കോയമ്പത്തങ്ങളും. ഞാൻ നിർത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അവരൊക്കെ ചെയ്തത് എന്താണ്? സാധാരണ നമുക്കിടയിൽ പറയുന്നത് പോലെ ഒരു നാട്ടിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന കാളി എന്നുള്ള നിലക്കല്ല, നേരെ മറിച്ച് സമുദായത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഈമാനിന് കാവൽ നിന്ന മഹാനവർകളാണ് അവർക്ക്. അല്ലാഹു ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അവരുടെ മഹത്വം പറഞ്ഞാൽ തീരൂല എന്റെ പ്രിയപ്പെട്ടവരെ. അവർക്ക് എത്ര നമ്മൾ ഹദിയ ചെയ്തു കൊടുത്താലും നമ്മൾ കടപ്പാട് തീരൂല. ഈ സമുദായത്തിനുള്ള കടപ്പാട് തീരൂല. ഈ നാട്ടുകാർക്കുള്ള കടപ്പാട് തീരൂല. അത് കന്നഡികർക്ക് മാത്രമുള്ളതല്ല, അത് കേരളീയർക്ക് മാത്രമുള്ളതല്ല. എവിടെയൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുണ്ടോ അവർക്കൊക്കെയും കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. അവരെ സ്നേഹിക്കുക, അവരെ മഹബത്ത് വെക്കുക, അവര് കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ മാർഗങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ദീനിന്റെ മാർഗങ്ങൾ, ഇൽമിന്റെ മാർഗങ്ങൾ, അതൊരു നിലക്കും കെട്ടുപോകാതെ, അതൊരു നിലക്കും അതിന് കുറവ് വരാതെ, അതിന്റെ തനതായ രീതിയിൽ ആത്മാർത്ഥമായി കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ദീനാണ്, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമാണ്, അല്ലാഹുവിന്റെ അത് പള്ളിയാണ്, ആ നിലക്ക് കൊണ്ട് നടക്കാൻ ഇവിടെ ഉത്തരവാദപ്പെട്ടവർ ഒരു അഹോരാത്രം പരിശ്രമിക്കുന്നു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാര്, സെക്രട്ടറി, പ്രസിഡന്റ്, അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള കമ്മിറ്റികളുടെയും ഉപകമ്മിറ്റികളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അല്ലാഹു എല്ലാ സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൈർ അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ മഹത്തായ മഹാന്മാരായ
ആ ആളുകളുടെ ചൈതന്യമുള്ള മുഖം നമ്മിൽ നിന്ന് മറഞ്ഞുപോയി. അതുകൊണ്ട് നമ്മൾ പിന്നോട്ടടിക്കാൻ വേണ്ടി പാടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഇവിടെ ഇസ്ലാമിലേക്ക് പല നൂതനവാദികളും കടന്നു വന്നപ്പോ, മുസൈലിമത്തുൽ കദ്ദാബ് കടന്നു വന്നപ്പോ, മറ്റ് തിരുത്തൽവാദികൾ കടന്നു വന്നപ്പോ, അതിനു മുമ്പ് നബി തങ്ങളുടെ ക്ഷീണമുള്ള സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ശരീഫ് അവതരിപ്പിക്കുമ്പോ തന്നെ അല്ലാഹു തന്നെ ചോദിച്ചതാണ്, തങ്ങൾ വഫാത്തായതിന്റെ പേരിൽ, തങ്ങൾ ഈ ഭൗതിക ലോകത്ത് നിന്ന് പോയതിന്റെ പേരിൽ ഇസ്ലാമിനൊരു കുറവ് വരാൻ വേണ്ടി പാടില്ല, ദീനിനൊരു ക്ഷീണം വരാൻ വേണ്ടി പാടില്ല. അല്ലാഹുവിന്റെ ദീനാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ യാതൊരു വിശ്വാസങ്ങൾക്കും അതിന്റെ യാതൊരു നിയമങ്ങൾക്കും ഒരു വള്ളി പുള്ളി അതിനക്ക് വ്യതിയാനം വരാതെ, അതിന് മാറ്റങ്ങൾ വരാതെ, കേടുവരാതെ സൂക്ഷിക്കേണ്ടുന്ന കടപ്പാട് എന്റെ പ്രിയപ്പെട്ടവരെ ഉമറാക്കൾക്കുണ്ട്, പണ്ഡിതന്മാർക്കുണ്ട്, സാധാരണക്കാർക്കുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിലുണ്ട്. ആ ഉത്തരവാദിത്തം നാം നിർവഹിക്കണം. വകുല്ലുക്കും മസ്ഊലൻ, നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. വകുല്ലുക്കും മസ്ഊലൻ അൻ റഇയതിഹി, ഓരോരുത്തരോടും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ചോദിക്കും. എത്ര പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദുമാർ നമുക്കത് പറഞ്ഞു തരും. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, നാളെ ആഖിറത്തിൽ ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇവിടെ കാണുന്നതൊന്നുമല്ല. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അന്നിവിടെയുള്ള ഈ നമ്മളിപ്പോ കാണുന്ന ദുനിയാവിന്റെ ആ ജഗപുകകൾ ഉണ്ടാവുകയില്ല, അതിന്റെ അലങ്കാരങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ട് വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലങ്കയിൽ ഏട് നൽകപ്പെടുന്നവരുണ്ട്. അതേപോലെ തന്നെ വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, എടങ്കയിൽ നൽകപ്പെടുന്നവരുണ്ട്. അല്ലാഹു നമ്മെ വലങ്കയിൽ കിട്ടുന്നവരിൽ പെടുത്തി തെരുമാറാകട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലങ്കയിൽ ഞാനും നിങ്ങളും ചെയ്ത നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയ കിതാബ്, ആ രേഖ നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോ മുഅ്മിനീങ്ങൾ പറയുകയാണ്, ഹാ ഉഖ്റഊ കിതാബിയ, ഓ കാണുന്നവരോടൊക്കെ പറയുകയാണ്, ഇതൊന്ന് വായിച്ചു നോക്കണേ, ഇതൊന്ന് ഓതി നോക്കണേ, എന്റെ രേഖയാണ്. സന്തോഷം കൊണ്ട് പറയുകയാണ്. കാരണം അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഫള് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് ആ സാധുവായ അടിമയെ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രേഖവലങ്കിൽ കൊടുത്തിരിക്കുകയാണ്. ആ സന്തോഷം കൊണ്ട് വിളിച്ചു പറയുന്നു, കാണുന്നവരോടൊക്കെ ഒന്ന് നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്നു. ഉമ്മമാരെ, സഹോദരിമാരെ, നമുക്കതല്ലേ വേണ്ടത്? ആ വലങ്കയിൽ എടന്ന് വാങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് വിജയം കിട്ടണ്ടേ. ഇടതുകയിൽ കിതാബ് നൽകപ്പെടുന്നവർ, ഇടതുകയിൽ രേഖ നൽകപ്പെടുന്നവർ, അവിടുന്ന് അങ്ങോട്ട് പരാജയമല്ലേ, അവിടുന്ന് അങ്ങോട്ട് നഷ്ടമല്ലേ. അവസാനം നരകത്തിന്റെ അഴക്കുണ്ടിലേക്ക് കാല് തന്നെ വീഴുമ്പോ അവിടെ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. നമ്മുടെ മക്കളില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, കുടുംബങ്ങളില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് ചൊല്ലണം. മുഹമ്മദുർ റസൂലുള്ളാഹ്, സ്വലാത്ത് ചൊല്ലണം. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ നിർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, തങ്ങളല്ലാതെ വേറെ ആരുമില്ല.
അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞ് നിർത്തുകയാണ്, നാം 5 വക്ത് ഖളാ ആവാതെ നിസ്കരിക്കണം. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, മോമിനീങ്ങളെ, എന്തിന്റെ പേരിലായാലും, ഉറൂസിന്റെ പേരിലായാലും, കല്യാണത്തിന്റെ പേരിലായാലും, പുതിയണ്ണാകുന്ന പെണ്ണ് പുട്ടിയിട്ടിരുന്നതിന്റെ പേരിൽ, മൈലാഞ്ചി ഇട്ടിരുന്നതിന്റെ പേരിൽ, ചമഞ്ഞിരുന്നതിന്റെ പേരിൽ, മേക്കപ്പ് ഇട്ടിരുന്നതിന്റെ പേരിൽ അത് പോകുമെന്ന് പേടിച്ചിട്ട് കല്യാണ ദിവസം നിസ്കാരം ഖളാക്കാനുള്ള വകുപ്പ് ഇസ്ലാമിലില്ല. അതുപോലെ മറ്റേതിന്റെ പേരിലുമില്ല. ജീവനുണ്ടോ, ബുദ്ധിയുണ്ടോ, ശുദ്ധിയുണ്ടോ, 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. മുറുകെ പിടിക്കണം ഉമ്മമാരെ, മോമിനീങ്ങളെ. പരമാവധി ജമാഅത്തായി തന്നെ നിലനിർത്തണം പ്രിയപ്പെട്ടവരെ. കണ്ണ് കാണാൻ പറ്റാത്ത സ്വഹാബി വര്യൻ നബിതങ്ങളെ ഹദറത്തിലേക്ക് വരികയാണ്. മുത്തുനബിതങ്ങളോട് പറയുകയാണ്, ഓ നബിയേ, എനിക്ക് കണ്ണ് കാണാൻ മേല, കണ്ണ് കാണാൻ പറ്റൂല. ഒറ്റയ്ക്ക് എനിക്ക് രാത്രിയിലൊന്നും ഇരുട്ടത്ത് നടന്നു വരാൻ വേണ്ടി ജമാഅത്തിന് പറ്റൂല. ഞാൻ വീട്ടിൽ നിസ്കരിച്ചോട്ടെ നബിയേ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രിയപ്പെട്ട ശിഷ്യനോട്, സ്വഹാബിവര്യനോട് പറഞ്ഞു കൊടുക്കുന്നു, ബാങ്ക് കേൾക്കുന്നുണ്ടോ? ബാങ്കിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എങ്കിൽ ജമാഅത്തിന് വന്നേ പറ്റൂ. ഓ മുഅ്മിനീങ്ങളെ, എത്ര പറയാനുണ്ട്. ഇങ്ങനെയുള്ള സ്വഹാബത്തുൽ കിറാമിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ കൂടണ്ടേ? മുത്തുനബി തങ്ങളെ ഹൗദുൽ കൗസർ കൊടുക്കുമ്പോൾ ഒന്ന് വാങ്ങിക്കുടിക്കണ്ടേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളെ നല്ലവരെ കൂട്ടത്തിൽ പെടുത്തി തെരുമാറാകട്ടെ. വലങ്കയിൽ ഏട് വാങ്ങി വിജയിക്കുന്നവരിൽ അല്ലാഹു പെടുത്തി തെരുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. 5 വക്ത് ഖളാ ആവാതെ പരമാവധി ജമാഅത്തായി നിസ്കാരം മുറുകെ പിടിക്കണേ. വീട്ടിലുള്ള സഹോദരിമാർ അവർ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട്, വീട്ടിൽ തന്നെ നിന്നുകൊണ്ട്, ആരെങ്കിലും ഇമാമത്ത് നിർത്താൻ പറ്റുന്നവരെ നിർത്തിക്കൊണ്ട് ജമാഅത്തായി നിസ്കരിക്കണം. ആണുങ്ങളാവുന്നവരൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ട് ജമാഅത്ത് നിസ്കരിക്കണം. മറ്റ് പരമാവധി 5 വക്ത് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ട്. നാം അത് മുറുകെ പിടിക്കണം. ഓ പ്രിയപ്പെട്ടവരെ, ഇന്നീ കാണുന്ന ഈ സമൂഹം മുഴുവനും, നമുക്ക് മുഴുവനും ദീനിന്റെയും ഇൽമിന്റെയും വെളിച്ചം പകർന്നു തന്ന, ഒരു കാലത്ത് ഈ സ്റ്റേജിന്റെ എല്ലാ നിറകുടവും വെളിച്ചമായിരുന്ന താജുൽ ഉലമ പഠിപ്പിച്ചു തന്നത് അതല്ലേ? വെറും പ്രസംഗിച്ചതല്ലല്ലോ, കാണിച്ചു തന്നതല്ലേ താജുൽ ഉലമ. ഒരു റവാത്തിബും കളയാറില്ല, ഒരു സുന്നത്ത് നിസ്കാരങ്ങളും കുറക്കാറില്ല. വിത്ർ 11 നിസ്കരിച്ച് നമുക്ക് കാട്ടിത്തന്ന മഹാനവർകളല്ലേ? അവരെ മഹബത്ത് വെക്കുന്നവരാ രീതി ദീനി മുറുകെ പിടിക്കണം. ആ മാർഗം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനുൽ ശരീഫ് അത് നാം മാറ്റിവെക്കാൻ വേണ്ടി പാടില്ല ഉമ്മമാരെ. സൂറത്തു ദുഹാൻ നാം പതിവാക്കണം. സൂറത്തുൽ വാഖിഅ നാം ഓതണം. ദാരിദ്ര്യം നീങ്ങാൻ എളുപ്പമാണ്. സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയേ തീരൂ എന്നൊരു നിർബന്ധം വേണം. അത് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയേ കിടക്കുകയുള്ളൂ എന്നൊരുറച്ച തീരുമാനം നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. ഓ ഉമ്മമാരെ, യുവതികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന സമയമല്ലേ? ആരുമില്ലല്ലോ, കൂട്ടിനില്ലല്ലോ. അവിടെ നമുക്ക് കൂട്ടായി വരാനുള്ളത് ഖബർ അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തുമെന്ന് ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതെങ്ങനെയും നാം മുറുകെ പിടിക്കണം. ആരും സഹായിക്കാനുള്ള സമയത്ത് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് കൂട്ടിനുള്ളത് അതൊക്കെയാണ്. അതുപോലെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹബീബായ മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. നാം 3 നേരം ഭക്ഷണം കഴിക്കാറില്ലേ, അല്ലെങ്കിൽ 4 നേരം ഭക്ഷണം കഴിക്കാറില്ലേ, മറ്റ് പലതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നാം നടക്കാറില്ലേ എന്നതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എല്ലാ ദിവസവും 100 50 നമുക്കാകുന്ന രീതിയിൽ ഓ ഉമ്മമാരെ സഹോദരിമാരെ നാം കൊണ്ട് നടക്കുക തന്നെ വേണം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. തങ്ങളെ റഹ്മത്ത് കൊണ്ടല്ലേ നാം രക്ഷപ്പെടാനുള്ളൂ, തങ്ങളെ കൊണ്ടല്ലേ ഞാനും നിങ്ങളും രക്ഷപ്പെടാനുള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ അവിടുത്തെ ദർജ അല്ലാഹ് ഏറ്റിക്കൊടുക്കട്ടെ, നമുക്കെത്ര സ്വലാത്ത് പഠിപ്പിച്ചു തന്നു, എത്ര ആയിരങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ചു. അവിടുന്നും പറഞ്ഞത് അതല്ലേ, എത്ര എത്തിയിട്ടും കാര്യമില്ല, എവിടെ എത്തിയിട്ടും കാര്യമില്ല, ഏത് അമല് ചെയ്തിട്ടും കാര്യമില്ല. കുല്ലും മർദൂദ, എല്ലാം തള്ളപ്പെടാൻ സാധ്യതയുള്ളതാണ്. ഇല്ല സ്വലാത്ത് അലൻ നബിയിൽ മുസ്തഫ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തല്ലാതെ എല്ലാം തള്ളപ്പെടാൻ സാധ്യതയുള്ളതാണ്. ആ സ്വലാത്ത് തള്ളപ്പെടൂല. നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കിട്ടാനുള്ള വഴിയാണ് പ്രിയപ്പെട്ടവരെ മുഅ്മിനീങ്ങളെ. സ്വലാത്ത് നാം മുറുകെ പിടിക്കണേ, സ്വലാത്ത് നാം മുറുകെ പിടിക്കണേ. മുത്തുനബി തങ്ങളെ കൊണ്ടല്ലാതെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല, ഇനി മുത്തുനബി തങ്ങളെ കൊണ്ടല്ലാതെ നമുക്കൊന്നും കിട്ടാനുമില്ല. നാളെ മഹ്ശറയുടെ വിഷയം പറയുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ 3 സഫാണ് എന്റെ പ്രിയപ്പെട്ടവരെ. നാളെ മഹ്ശറയിൽ മുഅ്മിനീങ്ങളായ ആളുകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ആ മുഅ്മിനീങ്ങളായ ആളുകളെ മുഴുവനും, സ്വർഗാവകാശികളായ ആളുകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതിന്റെ 2 ഭാഗവും എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു. ആ പവർ കിട്ടാനുള്ള കാരണം എന്റെയും നിങ്ങളുടേതുമല്ല, നാം മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിയാണെന്നുള്ള കാരണം കൊണ്ടാണ്. വീണ്ടും മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു, അവ്വലു മൻ യദ്ഖുലുൽ ജന്ന അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് ഞാനാണ്, എന്റെ ശേഷം മറ്റ് സമുദായത്തിൽ അമ്പിയാക്കന്മാര് പ്രവേശിക്കും. അതിനുശേഷം അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി, എന്റെ സമുദായമാണ് ആദ്യം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. അതിൽ നിന്ന് തന്നെ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. കാരണം മഹബ്ബത്തു റസൂലില്ലാഹ്, മുത്തുനബി തങ്ങൾക്കെല്ലാം സമർപ്പിച്ചു, മുത്തുനബി തങ്ങൾക്ക് എല്ലാം കൊടുത്തു, എല്ലാം നബി തങ്ങൾക്ക് നൽകി. അങ്ങനെ വന്നപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ആ ഒരു വലിയ പവർ കിട്ടിയത്. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മളെ ഹിദായത്തിലാക്കി തീർക്കുമാറാകട്ടെ, ഹിദായത്ത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നമുക്ക് അല്ലാഹു മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ആ പറഞ്ഞതുപോലെ 5 വക്ത് നിസ്കാരം ഒരു കാരണവശാലും നാം ഖളാ ആകുന്ന, പ്രത്യേകിച്ച് കല്യാണം, പ്രത്യേകിച്ച് കല്യാണത്തിന്റെ പുതിയെണ്ണം ചമഞ്ഞിരിക്കുന്നവരും ഒഴിവാക്കാൻ വകുപ്പില്ല. നാം ശ്രദ്ധിക്കുക, ഖുർആൻ ഓതുക, ആവുന്ന ദിക്ർ ചൊല്ലുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് ചൊല്ലിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നാളെ ആഖിറത്തിൽ മുത്തുനബി തങ്ങളെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും ഒരു ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കാൻ മുത്തുനബി തങ്ങൾക്ക് പരിചയമുള്ള ഒരു അവിടുത്തെ ഉമ്മത്തികളെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മോങ്ങ ഉസ്താദ് ഫൈസി ഉസ്താദ്, അതിനുശേഷം ബഹുമാനപ്പെട്ട സഖാഫി പുഴക്കാട്ടേരി സഖാഫി ഉസ്താദ്, അവരൊക്കെ ഇവിടെ ഗഹനമായ വിഷയങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് സമയം ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹുമ്മ ലക്കൽ ഹംദു യാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ ഈ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. നീ സാധുക്കളായ മുഅ്മിനീങ്ങൾ
മുഅ്മിനീങ്ങൾ. ഇവിടെ എത്രയാ മുഅ്മിനീങ്ങൾ അല്ലാഹുവേ, അവരൊക്കെ തേടി വന്നത് നീ ആദരിച്ച് സ്ഥാനം കൊടുത്ത മഹാനവറുകളാകുന്ന സയ്യിദ് മദനി തങ്ങളെ ഹദറത്തിൽ വന്നിട്ട് നിന്റെ റഹ്മത്ത് ഫദ്ല് പ്രതീക്ഷിച്ച് വന്നവരാണ്. രോഗികളുണ്ട് അല്ലാഹുവേ, നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. വിഷമങ്ങളുള്ളവരുണ്ട്, പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ എല്ലാ ശർറിൽ നിന്നും കാക്കണേ അല്ലാഹ്, അവര് ദറജയേറ്റി കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഈ കാലങ്ങൾ മുമ്പേ ഇവിടെ ഇതിന് ഖിദ്മത്ത് ചെയ്ത് പരിസരങ്ങളിൽ ഖബറിലുള്ള മുഅ്മിനീങ്ങളുണ്ട്. നീ അവർക്കൊക്കെ ഇതിന്റെ മിസ്ല് സവാബ് നൽകണേ അല്ലാഹ്. അതുപോലെ താജുല്ലുൽ മൂപ്പാപ്പക്ക് നൽകണേ അല്ലാഹ്. അതുപോലെ ഇവിടെ ഒരുപാട് കാലം നേതൃത്വം നൽകും ബഹുമാനപ്പെട്ട ഫضل കോയമ്മത്തങ്ങൾ നബറല്ലാഹു മർഖദ, അവർക്ക് നീ ദറജയേറ്റി കൊടുക്കണേ അല്ലാഹ്, അവരുടെ ദറജയേറ്റി കൊടുക്കണേ അല്ലാഹ്. അവർക്കൊക്കെ ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും അവരെയൊക്കെ മക്കള് കുടുംബങ്ങള് അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. സഹായിച്ചവര്, സഹകരിച്ചവര്, പ്രവർത്തിച്ചവര്, ഇവിടെ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിക്കാര്, മറ്റു ഉപകമ്മിറ്റികള്, മറ്റു പ്രവർത്തകര്, വോളണ്ടിയർമാർ, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ശർറിൽ നിന്ന് കാവല് നൽകണേ അല്ലാഹ്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ക്യാൻസറൊക്കെ ബാധിച്ചു അർഹമർ റഹീമായ അല്ലാഹ്, മരണം മുന്നിൽ കണ്ടിരിക്കുന്നവരുണ്ട്, എയ്ഡ്സ് ബാധിച്ചു മരണം മുന്നിൽ കണ്ടിരിക്കുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെയും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നിന്റെ പൊരുത്തത്തിൽ നീ നൽകണേ അല്ലാഹ്. രോഗം തരല്ലേ അല്ലാഹ്, നീ ശിഫ നൽകണം റഹ്മാനെ. സിഹ്റുകൾ ബാത്തുലാക്കണേ അല്ലാഹ്. ഈ സ്ഥാപനങ്ങളെയും ഇവിടുത്തെ എല്ലാ സ്വത്തുക്കളെയും, എല്ലാ ഞങ്ങളെ ദീനിന്റെ സ്ഥാപനങ്ങളെ സഹകരിക്കുന്നവരെ സ്വത്തുക്കളെ നീ കാക്കണം റഹ്മാനെ. വഖഫിന്റെ സ്വത്തുകൾ അതനാധീനമായി പോകുന്നതിനെ തൊട്ട് നീ കാത്ത് സലാമത്തിലാക്കണേ അല്ലാഹ്. നീ അതിനുള്ള വഴികൾ തുറന്നു തരണം റഹ്മാനെ. ഭരണകൂടങ്ങൾക്ക് നീ കണ്ണു തുറപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. നീ എല്ലാം റാഹത്തിലാക്കണേ റഹ്മാനെ. ഇവിടുത്തെ ഉറൂസിന് വേണ്ടി എന്തൊക്കെ രീതിയിൽ റഹ്മാനെ, ഇവിടുത്തെ ഉറൂസിന് വേണ്ടി എന്തൊക്കെ രീതിയിൽ പ്രവൃത്തി, ശാരീരികവും മാനസികവും സാമ്പത്തികവും എന്തൊക്കെ രീതിയിൽ നീ അറിയുന്നവനാണ്. അവരെ സഹായിച്ചവരെ, പ്രവർത്തിച്ചവരെ, വന്നവരെ, കൂടിയവരെ എല്ലാരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. എല്ലാ ശർറിൽ നിന്നും കാക്കണം അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുറഞ്ഞ ഭൗതികവും കൂടിയ പരലോക ചിന്ത കൊണ്ട് കൽബും നഫ്സും